2025 കേരള തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും പാർട്ടികൾ നോക്കുമ്പോഴത്തേക്കും 3 പാർട്ടികൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് ഓരോ സ്ഥലത്തും 3 പാർട്ടികൾക്കും അനിവാര്യമായി മാറിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. LDF, BJP, UDF ഒരു ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ നിരവധി കേരളത്തിൽ ഇത്തവണ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. അതിനിടയിൽ തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സർവേകൾ, അതോടൊപ്പം തന്നെ കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് പ്രകാരം എന്തായിരിക്കും കേരളത്തിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. അതായത് ഒരു സെമി ഫൈനൽ പോരാട്ടം, ഫൈനലിന് മുന്നേയുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടത്തിൽ കേരളം ആർക്കൊപ്പം നിൽക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് കൊച്ചിയിൽ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കൊച്ചി കോർപ്പറേഷൻ ഇത്തവണ ആരും ഭരിക്കും? അതായത് കഴിഞ്ഞ തവണ ഒരു അട്ടിമറി വിജയം അവിടെ LDFിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഭരണത്തിൽ നിന്നും UDF മാറ്റി LDFിനെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് കൊച്ചിയിൽ സാധിച്ചിരുന്നു. അവിടെ LDF ഭരണം അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത്തവണ ആ ഒരു ഭരണം അവിടെ LDFിനെ നിലനിർത്താൻ സാധിക്കുമോ? അതല്ല, അവിടെ ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ മാറുമോ? അവിടെ ഒരു BJP മുന്നേറ്റം ഉണ്ടാകുമോ? UDFിൻ്റെ ഒരു തിരിച്ചുവരവ് അവിടെ കാണാൻ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. നമുക്ക് കണക്കുകളിലേക്ക് തന്നെ ആദ്യമേ പോകാം. ആദ്യം 2020 കണക്ക് നോക്കുമ്പോഴത്തേക്കും, അതായത് 74 സീറ്റുകളുള്ള കൊച്ചി കോർപ്പറേഷനിൽ 34 എണ്ണം LDFും 31 എണ്ണം UDFും നേടി. ഇതിൽ 4 വിമത സ്ഥാനാർത്ഥികളുടെ പിന്തുണയോടെ LDF അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ BJPക്ക് അവിടെ 5 സീറ്റുകൾ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ വർഷം സംസ്ഥാനത്തെ ഏറ്റവും പ്രവചനാതീതമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒന്നാണ് ഈ കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. 10 വർഷത്തെ UDF ഭരണത്തിന് ശേഷമാണ് 2020 കൊച്ചി കോർപ്പറേഷനിൽ നാടകീയമായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചത് തന്നെ. വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലെങ്കിലും LDFിന് ഭരണത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. പരമ്പരാഗതമായി കൊച്ചി ഒരു UDF ശക്തി കേന്ദ്രമാണെങ്കിലും ഇത്തവണ മുന്നണി ഒരു വെല്ലുവിളി നേരിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 11 വിമത സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. BJP സാന്നിധ്യവും വിപുലീകരിക്കുകയാണ് ഇപ്പോൾ കൊച്ചി. ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പ്രകാരമാണെങ്കിൽ, കണക്കുകൾ പ്രകാരമാണെങ്കിൽ UDFിന് കൂടുതൽ സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ടെങ്കിലും കൊച്ചിയിൽ ഭരണവിരുദ്ധ വോട്ടുകൾ UDFിനും NDAയ്ക്കും ഇടയിൽ വിഭജിക്കപ്പെട്ടേക്കാമെന്നും കണക്കുകളുണ്ട്. സംസ്ഥാന സർക്കാരിലും കൊച്ചി കോർപ്പറേഷനിലും LDF അധികാരത്തിലിരിക്കുന്നതിനാൽ ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ട്. അത് വ്യക്തമാണ്. മുമ്പ് അധികാരത്തിലിരുന്നത് ആരായിരുന്നു എന്നതിനെ ആശ്രയിച്ച് അത്തരം വോട്ടുകൾ LDFിനും UDFിനും ഇടയിൽ മാറുമായിരുന്നു. ഇപ്പോൾ കോർപ്പറേഷനിൽ BJPയുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും സംസ്ഥാനത്തുടനീളം പാർട്ടി വികസിക്കുകയും ചെയ്യുന്നതിനാൽ BJPക്കും നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. അതേസമയം മികച്ച സംരംഭങ്ങളും അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ കൊച്ചിയിൽ UDFിന് വീണ്ടും അധികാരത്തിൽ എത്താൻ കഴിയുമെന്നും സൂചിപ്പിക്കുന്നു. ഒരു കാര്യം വളരെയധികം വ്യക്തമാണ്. അതായത് കണക്കുകൾ പ്രകാരമാണെങ്കിൽ അവിടെ ഇത്തവണ UDFിന് സീറ്റുകൾ വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും LDFിനെ തറ പറ്റിച്ചുകൊണ്ടുള്ള ഒരു നേട്ടത്തിലേക്ക് UDFിന് അവിടെ പൊങ്ങി വരാനായിട്ട് സാധിക്കത്തില്ല എന്നും മനസ്സിലാക്കുന്നു. കാരണം അവിടെ പല പ്രതിസന്ധി ഘട്ടങ്ങളും UDF നേരിടുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ നിലവിലത്തെ സീറ്റിംഗ് കണക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനും സാധ്യതയുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താനായിട്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് BJPയുടെ വളർച്ച തന്നെയാണ്. കൊച്ചി കോർപ്പറേഷനിൽ BJPക്ക് ഇത്തവണ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പല നിരീക്ഷകരും പറയുന്നു. സർവേ റിസൾട്ടുകളും വ്യക്തമാക്കുന്നുണ്ട്. അതായത് സീറ്റുകളുടെ കാര്യത്തിൽ അവർക്ക് നിലവിൽ 5 സീറ്റുകളാണ് അവിടെ ഉള്ളതെങ്കിൽ
അതിനപ്പുറം ഇത്തവണ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള തരത്തിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതായത് സീറ്റുകളുടെ കാര്യത്തിൽ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു തൂക്കുസഭ ഭരണത്തിലേക്ക് കാര്യങ്ങൾ അവിടെ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് മാറാനായിട്ട് BJPക്ക് സാധ്യമാകുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താനായിട്ട്. അതായത് അവിടെ ഒരു UDF LDF പോരാട്ടം നടക്കുമ്പോഴും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുമ്പോഴത്തേക്കും അവിടെ BJPയുടെ വളർച്ച കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം BJP ഇത്തവണ കഴിഞ്ഞ തവണ നേടിയതിനെക്കാട്ടിലും സീറ്റുകൾ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ, അതായത് 2 അക്കം എത്തുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ BJPക്ക് നേട്ടമുണ്ടാക്കാൻ പാകത്തിന് കാര്യങ്ങൾ മാറി മറിയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതായത് ഭരണത്തിൽ ആര് വരണമെന്ന് തീരുമാനിക്കുന്ന ഘട്ടങ്ങളിലേക്ക് വരെ ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം. ഒരു തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ, അതേസമയം UDFന് നിലവിലത്തെ സാഹചര്യത്തിൽ LDFനെക്കാട്ടിലും ഒരു പടി മുന്നിലെത്താനായിട്ടുള്ള സാധ്യത കൊച്ചി കോർപ്പറേഷനിൽ നിലനിൽക്കുന്നുണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ. പക്ഷേ അതൊരു ക്ലീൻ സ്വീപ്പിലേക്ക് കാര്യങ്ങൾ മാറിയില്ലെങ്കിൽ പോലും ഒരു പടി മുന്നിൽ ചിലപ്പോൾ കോൺഗ്രസിന് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. LDFനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവരാണ് ഭരണം. പക്ഷേ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം നന്നേ നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ കൊച്ചി കോർപ്പറേഷനിലും അത് ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതേസമയം UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിലുള്ള സീറ്റുകളെക്കാട്ടിലും കുറച്ചധികം സീറ്റുകൾ കൂടുതലായി നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതേസമയം അവിടെ BJP ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. അതായത് നിലവിലുള്ള സീറ്റുകളെക്കാട്ടിലും വർദ്ധിപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് 10 സീറ്റുകളെങ്കിലും എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ, 2 അക്കം എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം. ഒരു തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അവിടെയും ഏറ്റവും വലിയ തരത്തിൽ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് UDFനും LDFനും കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം. അതോടൊപ്പം തന്നെ അവിടെ മറ്റുള്ളവർ, അതായത് ബാക്കി ആരൊക്കെ വിജയിക്കുമെന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, അതായത് കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ ഒരു അട്ടിമറി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളമാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതിൽ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം ഉണ്ടാക്കുന്ന തരത്തിലോട്ട്, ഒരു ചെറിയ മുന്നേറ്റമെങ്കിലും അവർക്ക് ഉണ്ടാക്കുന്ന തരത്തിലോട്ട്, അവർക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. BJP സംബന്ധിച്ചിടത്തോളം ആയാലും അവർക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. ഇത് തീർച്ചയായിട്ടും അവിടുത്തെ ഭരണം ഏത് തരത്തിൽ നിശ്ചയിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ വട്ടവും ഒരു തൂക്കുസഭയുടെ തരത്തിലോട്ട് തന്നെയായിരുന്നു കാര്യങ്ങൾ മാറിയത്. അതേ രീതിക്ക് തന്നെ ഇത്തവണ മാറുമോ, അതല്ല ഒരു ക്ലീൻ വിക്ടറി നേടാനായിട്ട് അവിടെ UDFന് സാധിക്കുമോ, അതുമല്ല ഇനി LDFന് കഴിഞ്ഞ തവണ നേടിയതുപോലെ തന്നെ ഒരു അട്ടിമറി മുന്നേറ്റം ഇത്തവണയും നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളതും BJPക്ക് അവിടെ ഒരു നിർണായക ശക്തിയായിട്ട് മാറാൻ സാധിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.